നിന്റെ ഓരോ വട്ടം ഓർക്കുമ്പോ എനിക്ക് ചിരി വരിക. ഒരു സീരിയസ് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇത്ര ധൃതിയിൽ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്നത് ഈ ഐസ്ക്രീം കഴിക്കാനാണോ? ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ ആരെയും നോക്കുന്നത്? ഏയ് ആരുമില്ല, വെറുതെ. ഹലോ. If you don't mind, may I share the table? Yes, I mind it. Sit down. Sit down. Martin. ഹലോ, നിക്കടിയോടെ അങ്ങനെ അങ്ങ് പോയാലോ? ഓക്കെ, നിനക്ക് പോണേ. ഞാൻ പോയിരിക്കുന്നു. ഈ വായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ചാൻസ് അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യട്ടെ. അവളുടെ സിമ്പതി പിടിച്ചു വെച്ചേ. ചെല്ല്. എന്ത് വട്ടം പറയും? വട്ടൊന്നുമില്ല, നിനക്ക് മേഘ കെട്ടട്ടെ. ചെല്ല്. എല്ലാം ശീലമായിക്കോളും. കൊടുക്കും. ചെല്ല്. അവന്മാർക്ക് ഷൈൻ ചെയ്യാൻ അവസരവും കൊടുത്തിട്ട് വന്നിരിക്കുന്നു. അവനെവിടെ? ലോറൻസ്. അജിത്തിനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് അവൻ വരാത്തത്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചേൽപ്പിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇനി വേണ്ട. ഹിയർ ആഫ്റ്റർ ഐ വിൽ സീ ടു തിങ്സ്. ഐ ലൈക്ക് ടഫ് കോമ്പറ്റീഷൻ. സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ സിംബോസിയങ്ങളിൽ വാദിക്കുകയും വനിതാ മാസികകളിൽ എഴുതുകയൊക്കെ ചെയ്യാം. പക്ഷെ പെണ്ണുങ്ങൾ ഹെൽപ്ലെസ് ആകുന്നിടത്ത് നമ്മളെ സഹായിക്കാൻ ആണുങ്ങൾ തന്നെ വരണം. എന്താണ് പുതിയ തിയറിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചതിന്റെ ഉദ്ദേശം? വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. തക്ക സമയത്ത് പാർലറിൽ ഹരിയേട്ടനും കൂട്ടുകാരനും എത്തിയില്ലായിരുന്നെങ്കിൽ എന്തായനെ? എന്താ എന്റെ പേര്? മഹേഷ്. നല്ല സ്റ്റൈലായിട്ടല്ലേ പാർട്ടികളെ നേരിട്ടത്. അപ്പൊ നിന്റെ ഹരിയേട്ടൻ ഒരു നോക്കൂത്തിയെ പോലെ നോക്കി നിൽക്കുകയായിരുന്നോ എന്നാര് പറഞ്ഞു? ഹരിയേട്ടന്റെ സ്മാർട്ട്നെസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണോ? ആ ഏരിയ വിട്ട് കളിക്ക് ചേച്ചി. അവൾക്ക് കൊണ്ടു. ഞാൻ പിൻവലിച്ചു മാഡം. ഓക്കെ. ആ മഹേഷിനെ കുറിച്ച് ഹരിയേട്ടൻ വളരെ നല്ല അഭിപ്രായം പറഞ്ഞത്. നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസ യോഗ്യത, കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. അത്ര സുന്ദരനൊന്നും അല്ലെങ്കിലും ഒരു ആനച്ചന്തൊക്കെ ഉണ്ട്. അയാളെ കണ്ട ഒരു കരിങ്കുരങ്ങിനെ പോലെയുണ്ട്. ഇടി കൊണ്ടതൊക്കെ പിന്നെയും പോട്ടേന്ന് വയ്ക്കാം. മരുന്ന് കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ അവഗണന അതല്പം ക്രൂരമായി പോയി. അവന്റെ മനസ്സിനാ കൊണ്ടത്. ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണെന്ന് ധരിക്കരുത് മഹേഷേ.
പലപ്പോഴും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോ വെയിറ്റ് കാണിക്കുന്ന കുട്ടികളായിരിക്കും പിന്നീട് നമ്മളോട് കൂടുതൽ അടുപ്പത്തിലാവുന്നത്. ദേ ഇവളുടെ കാര്യം തന്നെ എടുക്കാം. ആദ്യം എന്തൊരു പവറായിരുന്നു. കണ്ടില്ലേ ഇപ്പോ ഹരിയേട്ടാന്ന് വിളിച്ചുകൊണ്ട് എന്റെ വാലി തൂങ്ങി നടക്കുന്നത്. നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചമ്മിക്കല്ലേ, ഈ മണ്ടനെ നാശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. അതുകൊണ്ട് എപ്പോഴും ഒരു ആത്മവിശ്വാസം വേണം, അല്ലേ ചായ? പിന്നെ ആദ്യത്തെ ഐസ്ക്രീം പാർലർ ലോപ്പേഷൻ തന്നെ ഭയങ്കര വിജയമായിരുന്നില്ലേ? ഇടികൊണ്ട് ചമ്മന്തി ആയതാണോടോ വിജയം? പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ചമ്മന്തിയില്ല, ചിലപ്പോ പപ്പടം തന്നെ ആകേണ്ടി വരും. എവന്റെ മോഹനി പപ്പടം പോലെ അയാളത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച്. ഏതവസ്ഥയായാലും ഈ തവള കൊണ്ടേക്കാളും കൊള്ളാം. താടി വെച്ച നോക്കൂത്തിയെ പോലെ ഇരിക്കുന്ന തനിക്ക് അങ്ങനെയൊക്കെ തോന്നും. ഹരി നിന്റെ അമ്മാവനെ പറഞ്ഞു വിടണ്ട, ഇല്ലെങ്കിൽ പ്രായമൊന്നും നോക്കൊന്നും ഇടിച്ചിയ കൂമ്പുകളെ ഇടിച്ചു പോകുമ്പോ ഇനിയും എത്ര കടമ്പകൾ കടക്കേണ്ടി വരും ജോൺ സാമുവലെ? കടമ്പകൾ മാത്രമല്ല, ചിലപ്പോൾ മതിലുകൾ ചാടേണ്ടി വരും മോനെ. അപ്പൊ ഞാനിനി പോൾവാട്ടം പഠിക്കണം. ഡെഫിനറ്റ്ലി. മഹേഷ്, നിന്റെ സ്നേഹവും ആത്മാർത്ഥതയും മേഘ മനസ്സിലാക്കുന്ന ഒരു ദിവസം വന്നു ചേരാതിരിക്കില്ല. അന്നായിരിക്കും നിന്റെ ജൈത്രയാത്രയുടെ തുടക്കം. സോ ബി ഓപ്റ്റിമിസ്റ്റിക് ഐ സേ. ഉടനെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചേട്ടനെ വിളിച്ചോണ്ട് പോയത്? എന്നിട്ട് ഇപ്പൊ എന്തായി? ഉഷ പറഞ്ഞത് ശരിയാണ്. ഈ സ്ത്രീകളുടെ മനസ്സെന്ന് പറയുന്നത് പിടികിട്ടാത്ത ഒരു സോപ്പ് കുമിളയാണെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ആര് പറഞ്ഞു? അതിപ്പോ ആര് പറഞ്ഞു എന്നുള്ളതിലല്ല, എന്ത് പറഞ്ഞു എന്നുള്ളതിലാ കാര്യം. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പല സൂത്രങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും ഒരു മനസ്സിനെ കീഴടക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ. കീഴടക്കിയും പിടിച്ചടക്കിയും ഒന്നും വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിടാവോ? ആഗോളതലത്തിൽ കറുത്ത വർഗ്ഗക്കാരന്റെ സ്വപ്നങ്ങൾക്ക് പരിമിതിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാത്തതായിരുന്നു എന്റെ തെറ്റ്. ഇതാണ് നിന്റെ കോംപ്ലക്സ്. മഹേഷ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. സൗന്ദര്യം അല്പം കുറവാണെന്ന് കരുതി നീ വിഷമിക്കാനും പാടില്ല. സൗന്ദര്യം ഉണ്ടെന്ന് കരുതി ഞാൻ അഹങ്കരിക്കാനും പാടില്ല. ഇത് ലോക നിയമമാണ്. സുന്ദരിമാരെ കീഴടക്കിയ എത്രയോ കറുത്ത വർഗ്ഗക്കാരുടെ കഥകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് എബ്രഹാം ലിങ്കൻ. ലിങ്കൻ അത്ര കറുത്തിട്ടൊന്നുമല്ല. കുടത്തുണി പോലെ കറുത്ത ക്രിക്കറ്റ് താരം വിവിയൻ റിച്ചർഡ്സ്. എന്തിന്? നെൽസൺ മണ്ടേല മുതൽ കറുത്തിട്ടല്ലേ? വീണ്ടും എന്നെ പ്രലോഭിപ്പിച്ച് നിരാശയുടെ പടുവഴി ചാടിക്കണ്ട. അഥവാ ചാടിച്ചാത്തന കരയേറ്റ ഞാനുണ്ട്. കാരണം ഈ കല്യാണം നിന്റെ മാത്രം പ്രശ്നമല്ല, വർഷയുടെ, മണിക്കുട്ടിയുടെ, ഇവരുടെ ഒക്കെയാണ്. അതുകൊണ്ട് മഹേഷിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നും പറയണ്ട. എടാ, ഒരിക്കൽ നമ്മളോട് ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊണ്ട് തന്നെ ഐ ലവ് യു എന്ന് പറയിക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പ്രതികാരം വേറെ എന്തുണ്ട് ഇന്ത്യയിൽ? May I come in, sir? Yes, come in. ഇരിക്കടാ. എന്നാലും നീ കാണിച്ചു തെണ്ടിത്തരായി പോയതാ. നിനക്കൊന്ന് ഫോൺ ചെയ്യാമായിരുന്നില്ലേ ബോംബെ വരുന്നു പറഞ്ഞ്? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം വിളിക്കാതിരുന്നതാ. ശരി. പിന്നെ ബാറിലേക്ക് പോകുന്നോ വീട്ടിലേക്ക് പോകുന്നു? നമുക്ക് വീട്ടിലേക്ക് പോകാവടാ.